സീതാറാം യെച്ചൂരി ഓർമ്മയായതിൻ്റെ പിറ്റേ ദിവസം മനോരമ പത്രത്തിൻ്റെ സെൻട്രൽ സ്റ്റോറിയുടെ തലക്കെട്ട് ചെങ്കിനാവിൻ്റെ സഖാവ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് യെച്ചൂരി വെങ്കിട്ട സീതാരാമറാവു എന്നാണ്. പക്ഷേ മനുഷ്യരെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ ഇദ്ദേഹം ആദ്യം ചെയ്ത് പേരിലെ ജാതി കുടുംബം കണ്ട് മുറിച്ചു മാറ്റി. എന്നിട്ട് വെറും സീതാറാം യെച്ചൂരിയായി. രാജ്യസഭയിലെ വിടവാങ്ങൽ പ്രസംഗത്തിൽ യെച്ചൂരിയുടെ ഒരു ചോദ്യം ജാതിയെക്കുറിച്ചായിരുന്നു. ഞാൻ ജനിച്ചത് മദ്രാസിലാണ്, തെലുങ്ക് സംസാരിക്കുന്ന ബ്രാഹ്മണ കുടുംബത്തിൽ. സ്കൂൾ പഠനം ഇസ്ലാമിക സംസ്കാരത്താൽ സമ്പന്നമായ ഹൈദരാബാദിൽ. ഞാൻ വിവാഹം ചെയ്തതൊരു സൂഫിയുടെ മകളെയാണ്. ഭാര്യയുടെ അമ്മ മൈസൂരു പശ്ചാത്തലമുള്ള രജ്പുത് കുടുംബത്തിൽ നിന്നാണ്. ഞങ്ങളുടെ മകൻ എങ്ങനെ അറിയപ്പെടും? ബ്രാഹ്മണനെന്നോ, ഹിന്ദു എന്നോ, മുസ്ലിം എന്നോ? ഇന്ത്യക്കാരൻ എന്നല്ലാതെ ഞങ്ങളുടെ മകനെ എങ്ങനെ വിശേഷിപ്പിക്കും? എല്ലാ അർത്ഥത്തിലും ഈ മനുഷ്യ സ്നേഹിയെ നമുക്ക് സഖാവ്, കോമ്രേഡ് എന്ന് വിളിക്കാൻ പറ്റും. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത് ഒരു കോമ്രേഡിനെയാണ്. ഈശോ അദ്ദേഹത്തിന് കൊടുക്കുന്ന പേര് എ മാൻ ഓഫ് ഗ്രേറ്റ് ഫെയ്ത്ത്. അത് ഏതെങ്കിലും മതമായിട്ട് ബന്ധപ്പെട്ട, വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട പേരല്ല. അത് മനുഷ്യനുള്ള വിശ്വാസത്തിന് ഈശോ കൊടുത്ത പേരാണ് എ മാൻ ഓഫ് ഗ്രേറ്റ് ഫെയ്ത്ത്. കാരണം എന്താ? അദ്ദേഹം 100 പട്ടാളക്കാരുടെ അധിപനാണ്. എന്നിട്ടും സ്വന്തം ഭൃത്യനെ അതിന് പ്രിയങ്കരനായിരുന്നു എന്നാണ് ഗോസ്പലെടുത്തത്. പ്രിയങ്കരനായിരുന്നു. അതുകൊണ്ടാണല്ലോ ഈശ്വര അടുത്ത് പോയി ഇദ്ദേഹം പ്ലീഡ് ചെയ്യുന്നത്, സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട്. മറ്റൊന്ന്, ഇദ്ദേഹം യഹൂദരെ സ്നേഹിച്ചിരുന്നു. അവർക്ക് വേണ്ടി ഒരു സിനഗോഗ് പണിത് കൊടുത്തു. പിന്നെ ഈശോ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെ ചെന്നിട്ട് പറയുന്നു ഈശോയോട് വരണ്ടെന്ന്. ഇദ്ദേഹം ഒന്ന് കമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സെർവൻസ് പോയി പറയും. പക്ഷേ കൂട്ടുകാരെ പോയി. അപ്പോൾ ഈ മനുഷ്യന് ചുറ്റും മനുഷ്യരെ കാണാൻ പറ്റും. മനുഷ്യരെ സ്നേഹിച്ച, മനുഷ്യരെ വിശ്വസിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. ശരിക്കും ആരാണ് ഗ്രേറ്റ് ഫെയ്ത്തുള്ള ആള്? അതെല്ലാം മറന്ന് എല്ലാറ്റിനും മനുഷ്യനെ സ്നേഹിക്കുന്ന ആളല്ലേ? അവരല്ലേ നമുക്ക് ശരിക്കും എല്ലാ അർത്ഥത്തിലും സഖാവി എന്ന് വിളിക്കാൻ പറ്റുക.